ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്നൊരു കാര്യം, അതിനെന്താണ് പരിഹാരം, അത് പറയാനാട്ടോ അമ്മ ഒന്ന് വന്നിരിക്കണത്. ചില ആളുകൾ നമ്മളെ വീട്ടിൽ നല്ല ശാന്തനായി സന്തോഷവാനായി നിൽക്കുന്നുണ്ടാവും. പുറത്ത് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാറ്റുപോയ ബലൂണ് പോലെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താ, അവർക്ക് ഹേർട്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ. അതിന് കാരണം എന്താണെന്നറിയോ? ഇടുങ്ങിയ മനസ്സ്. നമ്മളെ കുളത്തിൽ കെട്ടി നിൽക്കണ വെള്ളം പോലെയാണ് ചിലവരുടെ മനസ്സ്. ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് അവർക്ക് എന്താവും, ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ചിലവരെന്താ ചെയ്യാതെ കഴിഞ്ഞാൽ മരിക്കാൻ തീരുമാനിക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടണതിന്റെ മുന്നേ നമ്മളൊന്ന് ചിന്തിക്കണം, വരട്ടെ, ഇനിയുമുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ആദ്യമേ തയ്യാറായിരിക്കണം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാട്ടോ. ചില ആളുകളുടെ അടുത്ത് ചെന്ന് പറയാണ്, നമ്മളിങ്ങനെ സങ്കടം പറയാണ്, എന്നെ ഒരാൾ ഹേർട്ട് ചെയ്തു, ഞാൻ ആകെ സങ്കടത്തിലാണെന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യാന്നോ, ഒന്നും കൂടി ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഹേർട്ടാക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, പറയണ ആൾക്കാരെ എങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ചെന്ന് പറയണം എന്നുള്ളത്. അതിനൊരു കോമെങ്കിലും ഇട്ട് കൊടുക്കാൻ സാധിക്കണവരുടെ അടുത്ത് മാത്രമേ നമ്മൾ ആ സങ്കടം ചെന്ന് പറയാവുള്ളൂ. കോമിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരികൾ എഴുതാണ്ട് നിർത്താറായിട്ടില്ല നിങ്ങളുടെ വരികൾ എന്നാണ് അതിനുള്ള ഉത്തരം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു കോമിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കോമിടാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഒരുപാട് വലിയ മനസ്സിന് ഉടമയായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താ, ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാം, പക്ഷെ ചിന്തയിൽ നിന്ന് എണീറ്റ് പോകാൻ നമുക്ക് പറ്റണില്ല. അപ്പൊ എന്താ, ചിന്തിച്ചു കൂട്ടാണ്. ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു തോണിയിൽ 5-6 പേര് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ എതിർഭാഗത്തുനിന്ന് ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ തോണിയിലുള്ള 6 പേരും പറയണ്ട, ഒന്ന് നിർത്തൂ, ദിശ മാറ്റി പിടിക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഈ തോണിയിലുള്ള ആളുകൾ എന്താ, തിരിച്ചിങ്ങോട്ട് വരുന്ന തോണിയിലെ ആള് ഒന്നും പറയണൂല്ല, ഒന്നുമില്ല. അടുത്ത് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ തോണി തനിയെ വരികയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില ആൾക്കാർക്ക് മനസ്സിലിട്ട് കണക്കൂട്ടുകയാണ്. ചിലപ്പോ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കില്ല ആള് പറഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 1-2 പ്രാവശ്യം ചിന്തിച്ചതിന്റെ ശേഷമാണ് നമ്മള് വേറൊരാളോട് പറയാനും പാടുള്ളൂ ഇങ്ങനത്തെ ഒക്കെ. ഈ മനുഷ്യന്മാർക്ക് പറ്റുന്നത് എന്താണെന്നറിയോ? ജീവിതം ചെറിയതാണെന്ന് കണക്കാക്കുകയാണ്, പ്രശ്നങ്ങൾ വലിയതാണെന്ന് കണക്കാക്കുകയാണ്. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാത്ത ആരെങ്കിലും നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഭൂമിയിൽ ആരും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ലാവോ? അട്ടപൂജയായിട്ടുണ്ടാവും ഈ ഭൂമി. അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയോ? ജീവിതം വലിയത്. ഒരു ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ എഴുതും പോലെ നമ്മൾ ആദ്യം വരയ്ക്കുക, വൃത്തം വരയ്ക്കുക. വലിയ വൃത്തം വരയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? അതായിരിക്കണം നമ്മളെ ജീവിതം. വലിയ വൃത്തം ജീവിതം, ചെറിയ വൃത്തം പ്രശ്നം. അങ്ങനെയാകുമ്പോ ആരും ആത്മഹത്യ ചെയ്യൂല, ഹേർട്ടായിട്ട് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കൂല, ഒന്നുമില്ല. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ചൂട്ട് കത്തിച്ചു പിടിച്ചാൽ കടലിലെ വെള്ളം തിളയ്ക്കുവോ? ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് ചെറിയ ചെമ്പുട്ടിയിലെ വെള്ളമാണെങ്കിൽ അത് തിളയ്ക്കും. അപ്പൊ കടലായിട്ട് നമ്മളെ മനസ്സിനെ സങ്കല്പിക്കണം. മഹാന്മാരുടെ മനസ്സ് ഒരു ചൂട്ടരിച്ചാൽ പോലും തിളക്കില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഉദയസൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അസ്തമയത്തിലും സൂര്യൻ ചുവന്ന കളറിലാണ്, ഉദയത്തിലും സൂര്യൻ ഒരു കുഴപ്പമില്ല അല്ലെ. നേരെ മറിച്ച് മനുഷ്യന് മാത്രമാണ് ഈ വ്യത്യസ്തങ്ങൾ അല്ലെ. മനുഷ്യനാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാവണത്. കുറച്ച് 10 റുപ്യ ഉള്ളവൻ ഇല്ലാത്തവനെ തരം താഴ്ത്തണു. പിന്നെ എന്താ വെച്ചാൽ മർമ്മം നോക്കി കുത്താൻ ഈ മനുഷ്യൻ വല്ലാത്തൊരു പാഠം പഠിച്ചിരിക്കുന്നു അല്ലെ. കാരണം അവന്റെ വീക്ക്നെസ് എന്താന്ന് കണ്ടിട്ട് അതിൽ ഒന്നും കൂടി തോണ്ടുകയാണ്. അപ്പൊ അവന് അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു ബലൂണ് വീർത്ത് നിൽക്കും പോലെ നിൽക്കണ മനസ്സ് അവനൊരു കുത്ത് കിട്ടിയ പോലെ, അതോടുകൂടി അവന്റെ കാറ്റ് പോയി. അതോടുകൂടി അവൻ എന്തായി, കാറ്റൊഴിഞ്ഞ ബലൂണ് പോലെ. അപ്പൊ നമ്മളുടെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഇപ്പൊ നമ്മളൊരു കല്ലെടുത്തിട്ട് ഒരു കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അതിന്റെ അലകൾ വല്ലാതെ ഉണ്ടാവും. ഒരു കുളത്തിലേക്കാണെങ്കിൽ നേരെ എന്ന് വെച്ചാൽ നിങ്ങളൊരു സമുദ്രത്തിലേക്ക് ഇട്ടോക്കെ ഒരു കല്ല്, കാര്യമായിട്ട് അതിൽ അലകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കുളത്തിലേക്ക് കല്ലിട്ട സമയത്ത് നമ്മൾ വേറൊരാളോട് പറയാണ്. അപ്പൊ ആള് നല്ല സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ പിന്നെന്താ പറയാ, അതിനെ നല്ല സ്വഭാവമുള്ള ഒരാളോടല്ല നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുളം ഒന്നും കൂടി കലക്കി എന്താ, ഒരു കല്ലും കൂടി ഇട്ടാൽ എന്താ, അതിന്റെ അലകൾ തീരെയില്ല. അപ്പൊ നമ്മളെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, കുറച്ചു നേരം മരുന്ന് നമ്മളുടെ മനസ്സിൽ തന്നെയാണ്, നമ്മളുടെ തന്നെയാണ് നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള സംഭവം ഉത്തരം. നമ്മളെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നമ്മളുടെ മനസ്സിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വേറൊരാളോട് പറഞ്ഞിട്ടല്ല. വേറൊരാളോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുളത്തിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ അലകൾ കൂടാണ്. വേറൊരാളോട് പറയുമ്പോൾ അയാൾ ഒന്നും കൂടിയും
നമ്മളെ ഹേർട്ട് ചെയ്യും. അപ്പൊ ഒന്നും കൂടി അലകൾ ഉണ്ടാവും. ആ കുളം കലങ്ങാൻ അത് മാത്രം മതി. അപ്പൊ നമ്മളെ മനസ്സാകെ പിടിവിട്ടു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു നേരം സ്വസ്ഥനായിട്ട് ഇരിക്കുക. പിന്നെ നമ്മളിങ്ങനെ പുറത്തെ പ്രകൃതി ഭംഗി കണ്ടിട്ട് നമ്മൾ കിളികളോടും പൂമ്പാറ്റകളോടും പിന്നെ പ്രകൃതിയിലെ ഭംഗിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ചു നേരം ആസ്വദിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിനൊരു റിലാക്സ് കിട്ടുന്നത് നമുക്ക് തന്നെ. എന്തും ഒരു കുളത്തിലേക്ക് കല്ലിട്ട് എറിഞ്ഞുമ്പോ കുറച്ചു നേരം അലകൾ ഉണ്ടാവും. പിന്നെ അത് തനിയെ 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 അത് ആ അലകളൊക്കെ ഒതുങ്ങി ശാന്തമാവും ഇല്ലേ? എന്ന പോലെ തന്നെ നമ്മളെ മനസ്സും കുറച്ച് സമയം നമ്മളെ ഇളക്കാതിരുന്നാലും ശാന്താവും. അപ്പൊ നമ്മൾ നല്ല ആളുകളോട് പറയണം നമ്മളെ പ്രശ്നങ്ങളെ. അല്ലാതെ നമ്മൾ ഈ പ്രശ്നങ്ങളെ അയ്യോ എനിക്കൊരു പ്രശ്നമാണെന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നല്ലവരാണെങ്കിൽ നമ്മളെ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കും. നേരെ മറിച്ച് അത് നന്നല്ലാത്ത ഒരാളുടെ കൈ കിട്ടിയ കാട്ടുതീ പോലെ പടർന്ന് നമ്മളെ മനസ്സിൽ വീണ്ടും അതുകൊണ്ട് മുറിവുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മളെ പ്രശ്നം ചെറുതായി കണ്ട ജീവിതം വലുതായി കാണാൻ എല്ലാവരും ശ്രമിക്കണം. ആരും ആരെയും വേദനിപ്പിക്കാൻ ഇന്നത്തെ കാലം ഒന്നാമനാണ് അല്ലെ. കാശില്ലെങ്കിൽ അവന് കുറ്റം, പഠനമില്ലെങ്കിൽ അവന് കുറ്റം, നല്ലൊരു ജോലി ഇല്ലെങ്കിൽ അവന് കുറ്റം. അപ്പൊ എന്തെങ്കിലും നമുക്കൊരു ഹേട്ടായിട്ട് എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം ഇന്നത്തെ കാലത്ത്. എനിക്ക് പല ഭാഗത്തു നിന്നും പലതും കേൾക്കാൻ അതുണ്ട്. പലരും എന്നെ വേദനിപ്പിക്കും. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു ഉത്തരം നമ്മൾ തന്നെ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കാറ്റുപോയ ബലൂണ് പോലെ ആയി ആകെ തകർന്നടിയാൻ മനുഷ്യൻ മെനക്കെടരുത്. പിന്നെ അത് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. നമ്മൾ തന്നെയാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതിന് നമ്മൾ തന്നെ വേണം. അതിന്റെ ഒരു നമുക്കല്ലേ വേദനിക്കണത്. വാഴയമ്പിലേക്ക് മുള്ളു വീണാലും മുള്ളുമ്പിലേക്ക് വാഴ വീണാലും വാഴയ്ക്കാണ് കേടെന്ന് നിങ്ങൾ ഓർക്കണം. അതേപോലെ നമുക്കാണ് ആര് പറഞ്ഞാലും നമുക്കാണ് വിഷമം. മനസ്സിലാവണം. അപ്പൊ നമ്മൾ തന്നെ വേണം നമ്മളെ വിഷമത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അല്ലാതെ വേറൊരാൾ കണ്ടുപിടിച്ചാൽ ആ സൊല്യൂഷൻ ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ തന്നെ കുറച്ചു നേരം ശാന്തനായിരുന്ന് ആലോചിച്ച് നമ്മൾ റിലാക്സ് ആയി നമ്മൾ പിന്നെ പുതിയൊരു ജീവിതം തുടങ്ങി വെക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇതൊക്കെയാണ് എനിക്ക് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്താ ചെയ്യാന്നുള്ളതിന് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.